എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ്. 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇംഗ്ലീഷ് മീഡിയത്തിലെ 10ാമത്തെ പാഠമാണ് വണ്ടേഴ്സ് ഇൻ ദ സ്കൈ ആൻഡ് സ്പ്ലെൻഡേഴ്സ് ഓൺ ദ എർത്ത്. ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് സ്റ്റാർ ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ദ സൺ. രണ്ടാമത്തെ ചോദ്യം, വൈ ഡു സ്റ്റാർസ് അപ്പിയർ സ്മോൾ ഫ്രം ദ എർത്ത്? നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ വെരി ഫാർ ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്നും വളരെ അകലെയായതിനാൽ. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർസ്? നക്ഷത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം? സ്റ്റാർസ് ആർ ജയന്റ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ആർ ലൂമിനസെന്റ് ആൻഡ് എമിറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ്. അതായത് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അവ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. നാലാമത്തെ ചോദ്യം, വാട്ട് ആർ ഗാലക്സീസ്? ഗാലക്സീസ് ആർ ക്ലസ്റ്റേഴ്സ് ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗാലക്സികൾ. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ആർ ദ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ? സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങൾ എന്തൊക്കെയാണ്? പ്ലാനറ്റ്സ്, മെറ്റോറൈറ്റ്സ്, asteroids, dwarf planets, comets. What is the solar system? The solar system consists of the sun, the 8 planets that orbit the sun, their satellites, dwarf planets, asteroids, meteors, and comets. The center of the solar system is the sun. സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഏഴാമത്തെ ചോദ്യം, വാട്ട് ആർ ദ പ്ലാനറ്റ്സ്? എന്താണ് ഗ്രഹങ്ങൾ? പ്ലാനറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽഫ് ആൻഡ് റിവോൾവ് അറൌണ്ട് ദ സൺ. പ്ലാനറ്റ്സ് cannot emit heat or light on their own. The planets get their heat and light from the sun. അതായത് സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. എട്ടാമത്തെ ചോദ്യം, ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം? സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടുപിടിച്ചത് ആര്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഒൻപതാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മിൽക്കി വേ? എന്താണ് ആകാശഗംഗ? ദ ഗാലക്സി ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സോളാർ സിസ്റ്റം ഈസ് ദ മിൽക്കി വേ. ഇറ്റ് കണ്ടെയ്ൻസ് ബില്യൺസ് ഓഫ് സ്റ്റാർസ്. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അല്ലെങ്കിൽ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. പത്താമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ യൂണിവേഴ്സ്? എന്താണ് പ്രപഞ്ചം? ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ബില്യൺസ് ഓഫ് ഗാലക്സീസ്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം. 11ാമത്തെ ചോദ്യം, ആഫ്റ്റർ ദ സൺ വിച്ച് സ്റ്റാർ ഈസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്? സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം ഏതാണ്? പ്രോക്സിമ സെഞ്ചുറി. 12ാമത്തെ ചോദ്യം, വാട്ട് ആർ കോമറ്റ്സ്? വാൽനക്ഷത്രങ്ങൾ എന്നാൽ എന്ത്? Comets are rare visitors to the solar system. Comets are made of rock, dust and ice. Their tails glow in sunlight as they approach the sun. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. പാറ, പൊടി, മഞ്ഞ് എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യന്റെ അടുത്തേക്ക് ഇവ വരുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അടുത്ത ചോദ്യം, വാട്ട് ആർ ഡോർഫ് പ്ലാനറ്റ്സ്? ഡോർഫ് പ്ലാനറ്റ്സ് ആർ സ്മോളർ ആൻഡ് സ്പെറിക്കൽ ഒബ്ജക്ട്സ് ഇൻ ദ സോളാർ സിസ്റ്റം ദാറ്റ് ഓർബിറ്റ് ദ സൺ. കുള്ളൻ ഗ്രഹങ്ങൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. സൗരയൂഥത്തിലുള്ള സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. ഇവ ഗ്രഹങ്ങളെക്കാൾ വളരെ ചെറുതാണ്. വാട്ട് ആർ മെറ്റേഴ്സ്? അതായത് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാൽ എന്ത്? മെറ്റേഴ്സ് ആർ പീസസ് ഓഫ് റോക്ക് ദാറ്റ് എൻ്റർ ദ എർത്ത് അറ്റ്മോസ്ഫിയർ അറ്റ് ഹൈ സ്പീഡ് ഫ്രം അസ്റ്ററോയിഡ്. ഭൂമിയിലേക്ക് പതിക്കുന്ന കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ കണ്ടില്ല, ഉൽക്കകൾ നേടില്ല, അതാണ് മെറ്റേഴ്സ്. വാട്ട് ആർ സാറ്റലൈറ്റ്സ്? സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ഓർബിറ്റ് അറൌണ്ട് ദ പ്ലാനറ്റ്സ് ഇൻ എ ഫിക്സ്ഡ് ഓർബിറ്റ്. ദ മൂൺ ഈസ് ദ ഓൺലി സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ അഥവാ സാറ്റലൈറ്റ്സ്. 17ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഫോർ ദ ഷേപ്പ് ഓഫ് ദ എർത്ത്? ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരെന്ത്? ജിയോയിഡ്. 18ാമത്തെ ചോദ്യം, ഹു വാസ് എ നാവിഗേറ്റർ ഹു പ്രൂവ്ഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്? ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? മെഗല്ലൻ. 19ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എർത്ത്? ഭൂമിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ദ ഓൺലി പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം വെയർ ലൈഫ് എക്സിസ്റ്റ്.
സൗരയൂഥത്തിലെ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹം. ജിയോയിഡ് ഷേപ്പ്, അതായത് ജിയോയിഡ് ആകൃതിയാണ്. എബൌട്ട് 71% ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് വാട്ടർ. ഭൂമിയുടെ ഉപരിതലത്തിലെ ഏകദേശം 71% ജലമാണ്. ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ബ്ലൂ സ്പിയർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ്. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീലഗോളമായി ഭൂമി കാണപ്പെടുന്നു. എർത്ത് ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ. ഭൂമിക്ക് ഒരു അന്തരീക്ഷമുണ്ട്. 20ാമത്തെ ചോദ്യം, ഡിസ്കസ് ദ റോൾ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഇൻ സസ്റ്റൈനിങ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിൽ അന്തരീക്ഷം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ദ അറ്റ്മോസ്ഫിയർ ഈസ് ദ ബ്ലാങ്കറ്റ് ഓഫ് എയർ കവറിംഗ് ദ എർത്ത്. ദ അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസസ്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ. The atmosphere plays a crucial role in sustaining life on Earth by regulating heat and cold. This atmosphere is what makes Earth different from other planets. ഭൂമിയെ ആഗിരണം ചെയ്തിരിക്കുന്ന വായുവിന്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷമാണ് നിർണായക പങ്ക് വഹിക്കുന്നത്. ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്നതും ഈ അന്തരീക്ഷം തന്നെ. 21ാമത്തെ ചോദ്യം, ഡിഡ് യു ലിസൺ ടു ദ വീഡിയോ കോൾ കൺവെർസേഷൻ ബിറ്റ്വീൻ ജിനു ഹു വർക്ക്സ് ഇൻ കാനഡ ആൻഡ് ഹിസ് പാരന്റ്സ്? വൈ വുഡ് ഇറ്റ് ബി ഡേ ടൈം ഇൻ വൺ പ്ലേസ് ആൻഡ് നൈറ്റ് ഇൻ അതർ? കാനഡയിൽ ജോലി ചെയ്യുന്ന ജിനുവും മാതാപിതാക്കളുമായുള്ള വീഡിയോ കോൾ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തുകൊണ്ടായിരിക്കും രണ്ട് സ്ഥലങ്ങളിൽ ഒരിടത്ത് പകലും മറ്റൊരിടത്ത് രാത്രിയുമായിരിക്കുന്നത്? വിശദീകരിച്ച് എഴുതുക. As the earth is spherical, only one half of the earth receives sunlight at a time, while the other half experiences darkness. The part of the earth facing the sun receives sunlight, so it experiences day there. On the other side, since sunlight does not reach that part, it will be night. ഭൂമിക്ക് ഗോളാകൃതിയായതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുകയുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടായിരിക്കും അനുഭവപ്പെടുക. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടും. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ ആ ഭാഗത്ത് രാത്രിയായിരിക്കും. അടുത്ത ചോദ്യം, ഒബ്സർവ് ദ ഗ്ലോബ് ആൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് കാനഡ. ഈ രണ്ട് ഗ്ലോബ് നോക്കുക, എന്നിട്ട് ഏത് ഭൂഖണ്ഡത്തിലാണ് അല്ലെങ്കിൽ ഏത് കോണ്ടിനെന്റിലാണ് ഇന്ത്യയും കാനഡയും ഉള്ളതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. Rotation is the spinning of the earth on its imaginary axis. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഡേ ആൻഡ് നൈറ്റ് ആർ കോസ്ഡ് ബൈ റൊട്ടേഷൻ. ഭ്രമണം മൂലമാണ് പകലും രാത്രിയും ഉണ്ടാകുന്നത്. ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ദാറ്റ് ഈസ് വൈ വി ഫീൽ ദാറ്റ് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. The earth takes 23 hours, 56 minutes and 4 seconds to complete one rotation. This is calculated as a day. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമുണ്ട്. ഇതാണ് ഒരു ദിവസം. വാട്ട് ഈസ് ഓർബിറ്റ്? എന്താണ് പരിക്രമണം? Along with rotation, the earth also moves around the sun on a fixed path. This is orbit. ഭൂമി ഭ്രമണം ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു നിശ്ചിത സഞ്ചാരപഥത്തിൽ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇതാണ് പരിക്രമണം. ഇറ്റ് ടേക്സ് 365 1/4 days for the earth to travel around the sun once, which is considered as a year. ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ 365 ദിനങ്ങൾ വേണം. ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഡിഫറെന്റ് സീസൺസ് ഒക്യൂർ ആസ് എ റിസൾട്ട് ഓഫ് ദ എർത്ത് റെവല്യൂഷൻ. ഭൂമിയുടെ പരിക്രമണത്തിന്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ ഉണ്ടാകുന്നത്. 25ാമത്തെ ചോദ്യം, ടെക്സ്റ്റ് ബുക്ക് 169 കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. യു ഹാവ് റീഡ് ദ എക്സ്പീരിയൻസ് ഓഫ് യുവർ ഗ്രാൻഡ് മദർ. വാട്ട് ചേഞ്ചസ് ഹാവ് ഹാപ്പൻ അറൌണ്ട് യു സിൻസ് യുവർ ചൈൽഡ്ഹുഡ്? പാഠപുസ്തകം പേജ് 169 കുറിപ്പ് വായിക്കുക. മുത്തശ്ശിയുടെ അനുഭവം നിങ്ങൾ വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ ചുറ്റുപാടും ഉണ്ടായ എന്തൊക്കെ മാറ്റങ്ങളെക്കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത്? മുത്തശ്ശി എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യം ഈ കുറിപ്പ് വായിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം. ദ ഇടവപ്പാതി റെയിൻസ് ഇൻ ജൂൺ. ജൂൺ മാസത്തിലെ ഇടവപ്പാതി മഴ. ദ അറൈവൽ ഓഫ് ചിങ്ങം. ഓണത്തിന്റെ വരവ്. ദ ഇൻക്രീസിംഗ് ഹീറ്റ് ഇൻ ദ മന്ത് ഓഫ് കന്നി. ദെൻ കംസ് തുലാവർഷം. ദ കോൾഡ് ഇൻ ദ മന്ത്സ് ഓഫ് വൃശ്ചികം ആൻഡ് ധനു. The intense heat in the months of കുംഭം, മീനം ആൻഡ് മേടം.
26ാമത്തെ ചോദ്യം. ഡിസ്കസ് വെദർ വി ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ദ സെയിം വേ ഇൻ ഓൾ സീസൺസ്. എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും നമുക്ക് ഒരുപോലെ ലഭിക്കാറുണ്ടോ? ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ സെയിം വേ ഇൻ ഓൾ സീസൺസ്. ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റൈറ്റ് ക്ലൈമറ്റ് ഫോർ ഈച്ച് സീസൺസ്. എല്ലാ കാലത്തും എല്ലാത്തരം കായ്കനികളും ഒരുപോലെ ലഭിക്കാറില്ല. ഓരോ വിളകൾക്കും അനുയോജ്യമായ കാലാവസ്ഥയിലാണ് അവ ഉണ്ടാകുന്നത്. 27ാമത്തെ ചോദ്യം. The images given on page number 169 refer to which seasons? ഈ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്നത് ഏതൊക്കെ സീസൺസ് ആണ്? ഒന്നാമത്തേത് ദ റെയിനി സീസൺ, രണ്ടാമത്തേത് വിന്റർ, മൂന്നാമത്തേത് സമ്മർ. 28ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ ബൈ ഡിസ്കസിംഗ് ഇൻ ക്ലാസ് വാട്ട് ആർ ദ സൈറ്റ്സ് അറൌണ്ട് യു ഡ്യൂറിംഗ് ഡിഫറെന്റ് സീസൺസ്. വ്യത്യസ്ത കാലങ്ങളിൽ നിങ്ങളുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. റെയിനി സീസണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? റിവേഴ്സ് ആൻഡ് വാട്ടർ ബോഡീസ് ആർ ഓവർഫ്ലോയിങ്. ദ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസസ്. എക്സസീവ് റെയിൻഫാൾ കോസസ് ഫ്ലഡ്സ് ആൻഡ് ലാൻഡ്സ്ലൈഡ്സ്. ഇനി വിന്റർ സീസണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്നോഫാൾ ഒക്യൂസ് ഇൻ ഏരിയസ് വിത്ത് എ ഹൈ ആൾട്ടിറ്റ്യൂഡ്. സം ട്രീസ് ആർ ഷെഡിംഗ് ദിയർ ലീവ്സ്. Those who live in high altitude areas use sweaters to resist the cold. Flowers and fruits are more frequently produced. അടുത്ത സമ്മറിന്റെ പ്രത്യേകതകളാണ്. വാട്ടർ ബോഡീസ് ആൻഡ് റിവേഴ്സ് ആർ ഡ്രൈയിങ് അപ്പ്. ദ ടെമ്പറേച്ചർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഇൻക്രീസസ്. വാട്ടർ സ്കാർസിറ്റി അഫക്ട്സ് പീപ്പിൾ. അടുത്തത് 29ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ടു മെയിൻ മോഷൻസ് ഓഫ് ദ എർത്ത്, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ. ഭൂമിയുടെ രണ്ട് പ്രധാന ചലനങ്ങളായ ഭ്രമണവും പരിക്രമണവും അടിസ്ഥാനമാക്കി ഇവിടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. റൊട്ടേഷൻ. ദ എർത്ത് സ്പിൻസ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു. നൈറ്റ് ആൻഡ് ഡേ ആൾട്ടർനേറ്റ് ഓൺ എർത്ത് ബിക്കോസ് ഓഫ് റൊട്ടേഷൻ. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു. അടുത്തത് റവല്യൂഷൻ. എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ ഓൺ എ ഫിക്സ്ഡ് ഓർബിറ്റ്. സീസൺസ് ഒക്യൂർ. നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നു. ഋതുക്കൾ അല്ലെങ്കിൽ കാലാവസ്ഥകൾ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വെതർ കണ്ടീഷൻസ്? കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഹ്യൂമിഡിറ്റി, ഹീറ്റ്, റെയിൻ, വിൻഡ് ആൻഡ് ക്ലൗഡ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് വെതർ? വെതർ ഈസ് ദ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് അറ്റ് എ സർട്ടൻ ടൈം ഇൻ ആൻ ഏരിയ. 32ാമത് ചോദ്യം. To what extent are accurate and scientific daily weather warnings in everyday life? കൃത്യവും ശാസ്ത്രീയവുമായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിത്യജീവിതത്തിൽ എത്രത്തോളം സഹായകരമാണ്? ട്രാൻസ്പോർട്ടേഷൻ ക്യാൻ ബി അറേഞ്ച്ഡ്. യാത്രകൾ ക്രമീകരിക്കാം. സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ അഡ്വാൻസ്. മുൻകൂട്ടി സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാം. പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ. മുൻകരുതലുകൾ എടുക്കാം. ദ റിസ്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അപകട സാധ്യതകൾ കുറയ്ക്കാം. You have read the part of S.K. Pottekkaad's പാതിരാസൂര്യന്റെ നാട്ടിൽ, which is given on page number 171 of the textbook. Find out what are the special characteristics of this area and write it down. പാഠപുസ്തകം പേജ് 121 നൽകിയിട്ടുള്ള S.K. പൊറ്റക്കാടിന്റെ പാതിരാസൂര്യന്റെ നാട്ടിൽ എന്ന കൃതിയുടെ ഭാഗം നിങ്ങൾ വായിച്ചല്ലോ. എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ പ്രദേശത്തുള്ളതെന്ന് കണ്ടെത്തി എഴുതുക. നോർവേ ഈസ് എ കൺട്രി നോൺ ആസ് ദ ലാൻഡ് ഓഫ് ദ മിഡ് നൈറ്റ്. നോർവേയാണ് പാതിരാസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് യൂറോപ്പ്. അത് യൂറോപ്പിന്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് സ്നോ ഫോർ മോസ്റ്റ് ഓഫ് ദ ഇയർ. വർഷത്തിൽ അധികകാലവും ഇവിടെ മഞ്ഞ് മൂടിക്കിടക്കുന്നു. കൺട്രി എക്സ്പീരിയൻസ് എ 6 months ഓഫ് കണ്ടിന്യൂസ് ഡേ ആൻഡ് കണ്ടിന്യൂസ് നൈറ്റ്. ഇവിടെ 6 മാസക്കാലം നീണ്ട രാത്രിയാണ്. ആ സമയത്ത് പകൽ വെളിച്ചം 1-2 മണിക്കൂർ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക. 34ാമത്തെ ചോദ്യം. ഒബ്സർവ് ദ അറ്റ്ലസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് നോർവേ. അറ്റ്ലസ് നോക്കി നോർവേ ഏത് കോണ്ടിനെന്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കുക. 35ാമത്തെ ചോദ്യം. ഹൗ ഈസ് ലൈഫ് ഇൻ നോർവേ ഓർഗനൈസ്ഡ്? ഇറ്റ്സ് പീപ്പിൾ യൂസ് ലെതർ മെയ്ഡ് എയർ ടൈറ്റ് ഫുട്വെയർ ആൻഡ് ക്ലോത്ത്സ്. ദ ലോക്കൽ പീപ്പിൾ ഓഫ് നോർവേ ആർ നോൺ ആസ് ദ ഇന്യൂട്ട്. ദേ ട്രാവൽ ഓൺ ഫ്ലാറ്റ് സ്ലെഡ്ജസ് പുൾഡ് ബൈ ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ്. ദേ ലിവ് ഇൻ ഇഗ്ലൂ. ഇഗ്ലൂ എന്ന് പറഞ്ഞ ഒരു മഞ്ഞുകൊണ്ടുണ്ടാക്കിയ വീടുകളിലാണ് നോർവേയിലെ ജനങ്ങൾ താമസിക്കുന്നത്. ദേ ഡു നോട്ട് സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദിയർ ഹാബിറ്റേഷൻസ് ഡ്യൂറിംഗ് ദ 6 months ലോങ് വിന്റർ സീസൺസ്. ദ മെയിൻ പ്ലാന്റ് സ്പീഷീസ് ഹിയർ ആർ ദ ഫേൺസ് ആൻഡ് മോസ്.
which are able to survive extreme winter. The main animal species here are whales, fishes, narwhals, seals, and polar bears. Hunting and fishing are the main source of livelihood for the people. Read the notes given on page number 174 and find the answers to the questions given below. What are the causes of climate change? കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് ദെയർ ഡിസ്പോസൽ. അമിതമായ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗവും അവയുടെ വലിച്ചെറിയലും. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം ഫാക്ടറീസ്. ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം വെഹിക്കിൾ. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ. ഇത് സയന്റിഫിക് അല്ല, അൺസയന്റിഫിക് എന്നാണ്. അൺസയന്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫാംസ്. കൃഷിയിടങ്ങളിലെ അശാസ്ത്രീയമായ വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും. എക്സസീവ് സാൻഡ് മൈനിങ്. അമിതമായ മണ്ണെടുപ്പ്. ഡിഫോറസ്റ്റേഷൻ. വനനശീകരണം. അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഇമേജസ് ഗിവൺ ഓൺ പേജ് നമ്പർ 175. ദ പിക്ചേഴ്സ് ഡെപിക്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ദാറ്റ് ഒക്യൂർ ഓൺ എർത്ത് ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. പേജ് നമ്പർ 175 നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിക്കുക. കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയിൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത്. ഏതൊക്കെയാണവ? സ്നോമെൽറ്റ്, ഡ്രോട്ട്, ടൊർണാഡോ, ദ ഫ്ലഡ്. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ് കേട്ടോ. അടുത്ത ചോദ്യം. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? റൈസിംഗ് ഗ്ലോബൽ ടെമ്പറേച്ചർ. ആഗോള താപനില ഉയരുന്നു. സീ ലെവൽ റൈസ് ആൻഡ് സുനാമി ഡിസാസ്റ്റേഴ്സ്. സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും. ലാൻഡ് സ്ലൈഡ്സ്. മണ്ണിടിച്ചിൽ. റെയിൻഫാൾ ദാറ്റ് ഈസ് നോട്ട് സീസണൽ. കാലം തെറ്റിയുള്ള മഴ. ഡ്രോട്ട് വരൾച്ച. സ്നോ മെൽറ്റിംഗ് ഇൻ ദ പോളാർ റീജിയൻസ്. ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകൽ. അടുത്ത ചോദ്യം. 40ാമത്തെ ചോദ്യം. സീ ദ പിക്ചേഴ്സ് ഓൺ പേജ് നമ്പർ 175. Many of the unscientific actions of human beings are responsible for climate change. Find out from the picture and write it down. പേജ് നമ്പർ 175 അവസാനം നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. അവ ഏതെല്ലാം എന്ന് ചിത്രത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ടോക്സിക് ഗ്യാസസ് എമിറ്റഡ് ഫ്രം ദ വെഹിക്കിൾ കോസ് എയർ പൊല്യൂഷൻ. വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. അൺകൺട്രോൾഡ് ഡിഫോറസ്റ്റേഷൻ കോസസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. അനിയന്ത്രിതമായ വനനശീകരണം പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു. എക്സസീവ് യൂസ് ഓഫ് പ്ലാസ്റ്റിക് ആൻഡ് their dumping lead to loss of soil quality. അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും അവയുടെ വലിച്ചെറിയലും മണ്ണിന്റെ ഗുണമേന്മ നശിപ്പിക്കുന്നു. ടോക്സിക് ഗ്യാസസ് ഫ്രം ദ ഫാക്ടറീസ് കോസ് എയർ പൊല്യൂഷൻ. ഫാക്ടറികളിൽ നിന്നുള്ള വിഷവാതകങ്ങൾ വായുമലിനീകരണത്തിന് കാരണമാകുന്നു. Excessive use of pesticides in farms is leading to loss of soil quality and contamination of water bodies. കൃഷിയിടങ്ങളിൽ അമിതമായ കീടനാശിനികളുടെ ഉപയോഗം മണ്ണിന്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുന്നു. 41ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്കീം ഫോർമുലേറ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ്? പരിസ്ഥിതി സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതി ഏത്? ഹരിത കേരള മിഷൻ. 42ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ എൻവയോൺമെന്റൽ ആക്ടിവിറ്റീസ് ദാറ്റ് യു ക്യാൻ ടേക്ക് ടു മിറ്റിഗേറ്റ് ക്ലൈമറ്റ് ചേഞ്ച്? ഡിസ്പ്ലേ യുവർ സജഷൻസ് ഓൺ ദ ബുള്ളറ്റിൻ ബോർഡ് ഇൻ ക്ലാസ്. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങൾ എന്തെല്ലാം? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിലെ വാർത്താ ബോർഡിൽ പ്രദർശിപ്പിക്കുക. യൂസ് സ്റ്റീൽ ബോട്ടിൽസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം സ്റ്റീൽ കുപ്പികൾ ഉപയോഗിക്കുക. യൂസ് ബാഗ്സ് മെയ്ഡ് ഓഫ് പേപ്പർ ആൻഡ് ക്ലോത്ത് ഇൻസ്റ്റെഡ് ഓഫ് പ്ലാസ്റ്റിക് ബാഗ്സ്. പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പകരമായി പേപ്പർ, തുണി എന്നിവ കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കുക. പ്രിവെന്റ് ഡിഫോറസ്റ്റേഷൻ. വനങ്ങൾ നശിപ്പിക്കാതിരിക്കുക. ഹാൻഡ് ഓവർ ഇനോർഗാനിക് വേസ്റ്റ് ടു ഹരിതകർമ്മസേന. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് നൽകുക. ഡോണ്ട് ബേൺ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. ഇൻക്രീസ് ദ യൂസ് ഓഫ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കൂടുതലായി ഉപയോഗിക്കുക. 43ാമത്തെ ചോദ്യം. പ്രിപ്പയർ പോസ്റ്റേഴ്സ് ദാറ്റ് വിൽ ഹെൽപ്പ് മേക്ക് പീപ്പിൾ അവെയർ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് സഹായിക്കുന്ന പോസ്റ്ററുകൾ തയ്യാറാക്കുക. പോസ്റ്ററുകൾ നിങ്ങൾ തയ്യാറാക്കണം. പോസ്റ്ററുകൾ ഉൾപ്പെടുത്താൻ ആവശ്യമുള്ള വാചകങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യു ക്യാൻ പ്ലാന്റ് എ
sapling and get shade. Protect wetlands. The Green Action Force is our sanitization force. Say no to sand mining. ഇനി കുറച്ച് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ? പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? വീനസ്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? മാഴ്സ്. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കോൾഡസ്റ്റ് പ്ലാനറ്റ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ്. നാലാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്? ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ജൂപ്പിറ്റർ. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ബ്ലൂ പ്ലാനറ്റ്? നീലഗ്രഹം ഏതാണ്? എർത്ത്. ആറാമത്തെ ചോദ്യം, അറേഞ്ച് ദ പ്ലാനറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങളെ ക്രമപ്പെടുത്തുക. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ? താങ്ക്